ഒരു ഭീഷണി, ഒരു വലിയ ഭീഷണി വന്നിരിക്കുന്നു. തീക്കാറ്റ് സാജനെ ഇഷ്ടപ്പെടുന്ന ആരാധകരായിട്ടുള്ളവരെ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ വലിയൊരു ഭീഷണി വന്നിരിക്കുന്നു. ആ ഭീഷണി എന്താണ്? പോലീസ് സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കും. അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്താണ് ഭീഷണി, അനീഷ് ആന്റണി? ഗണേശ്, ഇന്ന് പുലർച്ചെയാണ് ഈ തീക്കാറ്റ് സാജൻ എന്ന വിളിപ്പേരുള്ള ഗുണ്ട തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കിയത്. അതായത് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനും അതുപോലെ തന്നെ തൃശൂർ സിറ്റി കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി. ഈ സംഭവത്തിൽ ഇപ്പോൾ തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ സംഭവങ്ങൾ, ഈ ഭീഷണിയുടേതെല്ലാം ആധാരമായ സംഭവം ഇന്നലെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തെക്കേ ഗോപുരനടയിലാണ് ഉണ്ടായത്. ഈ തീക്കാറ്റ് സാജൻ ഇയാൾ ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇയാളോടുള്ള ആരാധന മൂത്ത ഒരു പറ്റം യുവാക്കളെ ചേർത്ത് ഇയാൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ച അറിയിപ്പ് പ്രകാരം ഇന്നലെ തെക്കിൻകാട് മൈതാനിയിൽ ഉച്ചയ്ക്ക് ശേഷം 32 യുവാക്കളാണ് എത്തിച്ചേർന്നത്. ഇയാളുടെ ബർത്ത്ഡേ പാർട്ടി, ആവേശം സിനിമാ മോഡലിൽ ബർത്ത്ഡേ പാർട്ടി തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ വെച്ച് ആഘോഷിക്കാനായിരുന്നു ഇയാൾ പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ ഈ വിവരം പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗവും നേരത്തെ കൂട്ടി മണത്തറിഞ്ഞിരുന്നു. കയ്യോടെ തന്നെ ഈസ്റ്റ് പോലീസും ഇന്റലിജൻസ് വിഭാഗവും എല്ലാം ചേർന്ന് 4 ജീപ്പുകളിലായി എത്തിയ പോലീസ് സംഘം ഈ 32 പേരെയും ഇന്നലെ കയ്യോടെ ഈ പാർട്ടി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചു. ഇതിൽ ഞെട്ടിക്കുന്ന ഒരു വിവരം, ഈ 32 പേരിൽ 18 പേർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. ഇവരെ വീട്ടുകാരെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം വീട്ടുകാരോടൊപ്പം പറഞ്ഞയച്ചു. ബാക്കിയുള്ളവർക്കെതിരെ നിസാര അനധികൃതമായി സംഘം ചേരൽ ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്ത് കേസെടുത്ത് അവരെയും ഇന്നലെ തന്നെ വിട്ടയക്കുകയുണ്ടായി. ഇതിൽ പ്രകോപിതനായിട്ടാണ് ഈ തീക്കാറ്റ് സാജൻ ഇന്ന് പുലർച്ചെ തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി മുഴക്കിയത്. ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിക്കാനായിരുന്നു ഇയാൾ ഉദ്ദേശിച്ചിരുന്നെങ്കിലും നമ്പർ മാറി തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്കാണ് കോള് പോയത്. ഈ കോളിൽ പറഞ്ഞതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം. തൃശൂർ കമ്മീഷണർ ഓഫീസും അതുപോലെ ഈസ്റ്റ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി. ഇപ്പോൾ എന്തായാലും ഈ ഭീഷണിയെ ഏറ്റവും ഒടുവിൽ ഇരു സ്റ്റേഷനിലുമായി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. ഇപ്പോൾ ഇയാൾ നിലവിൽ ഒളിവിലാണ്. എന്തായാലും ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത സ്ഥിതിക്ക് വൈകാതെ തന്നെ പോലീസ് ഇയാളെ പിടികൂടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ബനേഷ്, സാജന് തീക്കാറ്റ് എന്ന ഉപമ വിശേഷണ പേര് വരാൻ കാരണമായ സംഭവം വല്ലതുമുണ്ടോ? അത്തരത്തിൽ പ്രത്യേകിച്ച് സംഭവമൊന്നും, ഇതെല്ലാം സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം വിളിപ്പേരുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇയാൾ പുത്തൂർ സ്വദേശിയാണ്. ഇയാൾക്കെതിരെ ഒല്ലൂർ സ്റ്റേഷനിലടക്കം നിരവധി കേസുകളുണ്ട്. വധശ്രമം ഉൾപ്പെടെ 17ലധികം കേസുകളുണ്ട്. അത്തരത്തിലൊരു ക്രിമിനൽ തന്നെയാണ്. വെറും 24 വയസ്സ് മാത്രമാണ് ഇയാളുടെ പ്രായം. ഇയാളുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ റീലുകൾ കണ്ടാണ് ഇത്തരത്തിൽ യുവാക്കളും പ്രായപൂർത്തിയാകാത്തവരും അടക്കം ഇയാളെ ആരാധിച്ചു വന്നത്. ആരാധിച്ച ഒടുവിൽ ഈ ആരാധകരെ എല്ലാം ഇയാൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിലൂടെയായി പിന്നീട് ഇയാളുടെ ചാറ്റുകളും കാര്യങ്ങളും എല്ലാം. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഈ ഗ്രൂപ്പിൽ ഇയാൾ നൽകിയ നിർദ്ദേശം അനുസരിച്ചാണ് ഇന്നലെ തെക്കേ ഗോപുരനടയിൽ ഈ 32 യുവാക്കൾ എത്തിയത്. ബനേഷ്, ഈ തെക്കേ ഗോപുരനടയിലെ ജന്മദിന പാർട്ടി സിനിമാ മാതൃകയിൽ ചെയ്യാൻ കഴിയാതെ പോയതും അവിടെ പലരും എത്തിയിട്ടും തനിക്ക് എത്താൻ കഴിയാതെ പോയതും പോലീസിനെ പേടിച്ച് പമ്മി നടക്കേണ്ടി വന്നു എന്നുമൊക്കെയുള്ള പ്രതിച്ഛായ വന്ന് തൻ്റെ മഹത്തായ ഗുണ്ടാ പ്രതിച്ഛായയ്ക്ക് മുറിവേൽക്കുമോ എന്ന് ഭയന്നിട്ട് അദ്ദേഹം ആത്മരക്ഷാർത്ഥം തൻ്റെ പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയില്ലെങ്കിൽ പയ്യന്മാരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ? തീർച്ചയായും അങ്ങനെയൊക്കെ വേണമെങ്കിൽ കരുതാം. കാരണം ഇന്നലെ ഇയാൾ വിളിച്ചു വരുത്തിയ ഈ 32 പേരെയും പോലീസ് പിടികൂടിയിരുന്നു. മാത്രമല്ല ഇത്തരത്തിലൊരു പാർട്ടി നടത്താൻ കഴിയാതെ പോയി അതിന്റെ എല്ലാം വൈരാഗ്യം ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ അതിന്റെ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കമ്മീഷണർ ഓഫീസും അതുപോലെ തന്നെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കിയത്. ഒരുപക്ഷെ ബനേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇയാളുടെ ആരാധകരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള അടുത്ത ഒരു നമ്പർ ആയിരിക്കും ഒരുപക്ഷെ ഈ ഫോൺ കോൾ എന്നും നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ മാത്രമല്ല ഗുണ്ടസാജന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒഴിവിലേക്ക് ഗുണ്ടാ പദവി നേടുന്നതിന് വേണ്ടി പലരും മത്സരിക്കുന്നുമുണ്ട്. കേരളത്തിൽ ഉടനീളം നഗരങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ പ്രധാനപ്പെട്ട പദവിക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പദവി നിലനിർത്തുക എന്നുള്ളതും ഇത്തരത്തിലൊരു ഭീഷണിയുടെ പിന്നിലുണ്ട് എന്ന് കരുതാം.
തീർച്ചയായും നമുക്കറിയാം നേരത്തെ തൃശ്ശൂരിൽ ഈ സമാന രീതിയിൽ കുറ്റൂര് പാടശേഖരത്ത് ഈ ആവേശം സിനിമ മോഡൽ ഒരു പാർട്ടി നടത്തിയിരുന്നു. മറ്റൊരു ഗുണ്ട ഇതേപോലെ തന്നെ സമാന രീതിയിൽ നിരവധി കേസുകളിൽ ഉൾപ്പെടെ ചേർത്ത് ഒരു ആവേശം മോഡൽ പാർട്ടി നടത്തിയിരുന്നു, ആഘോഷ പാർട്ടി. ആ പാർട്ടി നടത്തിയ ശേഷം ഇതിന്റെ റീലുകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച ശേഷമാണ് അന്ന് മാധ്യമങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയത്. പക്ഷെ ആ ഒരു സംഭവം പോലീസിന് അന്ന് വളരെ വലിയൊരു നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. ആ നാണക്കേടിൽ നിന്ന് ഇന്നലെ പോലീസ് കരകയറിയിരുന്നു. ഇന്നലെ ഈ പാർട്ടി നടത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് അത് പൊളിക്കാനായി, പോലീസിന് അത് തടയിടാനായി, പാർട്ടിക്ക് എത്തിയവരെ പിടികൂടാനായി പോലീസ് തൃശൂർ സിറ്റി പോലീസിന്റെയും അതുപോലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും വലിയ രീതിയിലുള്ള പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു സംഭവമാണ് ഇന്നലെ പ്രകടനമാണ് പോലീസ് കാഴ്ചവെച്ചത്. ഇതിലുള്ള ഒരു ക്ഷീണം അകറ്റാനാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ സ്റ്റേഷനിലേക്ക് വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കുന്നു. പക്ഷെ അങ്ങനെ വിളിക്കുമ്പോൾ പോലും ക്ഷീണം മാറ്റാൻ കഴിഞ്ഞില്ല. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതിന് പകരം ഗുണ്ടാ നേതാവിനും ഫോൺ നമ്പർ തെറ്റിപ്പോയി അല്ലേ? തീർച്ചയായും ഈസ്റ്റിലേക്ക് പകരം ഫോൺ കോൾ പോയത് വെസ്റ്റ് സ്റ്റേഷനിലേക്കാണ്. അതിന്റെ ഫലമായി ഇപ്പോൾ 2 സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ്. അതെ, ഒരു റാംജി റാവു സ്പീക്കിംഗ് സിനിമയുടെ മണം വരുന്നു. തീർച്ചയായും എന്തായാലും ഈ ഫോൺ കോൾ തെറ്റിപ്പോയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വെസ്റ്റ് സ്റ്റേഷനിലും ഈസ്റ്റ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. എന്തായാലും വൈകാതെ തന്നെ തീക്കാറ്റ് സാജൻ പിടിയിലാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. പനേഷ്, ശരി.